കൊടും ചൂടാണ്. പക്ഷേ ഈ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ തൊഴിലെടുക്കുന്ന ചില വിഭാഗം ആളുകളുണ്ട്. അതിലൊന്നാണ് ഈ ആക്രി പറക്കി അവരുടെ വരുമാനം കണ്ടെത്തുന്ന ആളുകൾ. ഞാനിപ്പോൾ ഈ നടക്കുന്നത് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലൂടെയാണ്. ഈ വഴി പോയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഈ ഉന്തുവണ്ടിയിൽ ആക്രി സാധനങ്ങളുമായി പോകുന്നത് കണ്ടത്. എന്താണ് പേര്? രാജേന്ദ്രൻ. ഭയങ്കര ചൂടല്ലേ? അപ്പോൾ ഇപ്പോഴും ഈ ജോലി ചെയ്യുന്നത്? ചൂട് ഒഴിഞ്ഞാൻ പറ്റില്ല. ജീവിച്ചേ പറ്റുള്ളൂ. പത്തനം കളിക്കണ്ടേ? വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടോ? വെള്ളമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എത്ര ദൂരം ഇങ്ങനെ ഈ ഉന്തുവണ്ടിയുമായി പോകും? 10 കിലോമീറ്റർ 10-12 കിലോമീറ്റർ പോകും. വെള്ളം ധാരാളം കുടിക്കുന്നുണ്ടോ? വെള്ളം നല്ല കുടിക്കും. നാരങ്ങളും കടിച്ച് കുടിക്കും. അത് കുടിക്കും. നട്ടുച്ച സമയമാണ്. ഈ സമയത്തൊന്നും ജോലിക്ക് ഇറങ്ങരുതെന്നാണ് മുന്നറിയിപ്പൊക്കെ തന്നിട്ടുള്ളത്. ഈ ചൂട് കൂടുതലായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ശരിയാ. പിന്നെ പൈസ പിടിക്കണമെങ്കിലോ ശമ്പളം ഒരു ദിവസം 1000 എങ്ങനെ വേണം? അപ്പം എന്ത് ചെയ്യണം? എവിടെയാണ് സ്വദേശം? എവിടെയാണ്? എടുത്തിട്ട് ഇത് സ്ഥലമോ? തമിഴ്നാടാണോ? തെങ്കാശിനടുത്ത് ചേരുന്ന പറം. ഇതിപ്പോൾ എത്ര മണിയാകുമ്പോഴത്തേനും ഇനിയും ജോലി കഴിഞ്ഞ് കയറും? 4 മണി 5 മണി. അതാണ് അവർ പറയുന്നത്. ആഹാരം വേണം, ഒപ്പം തന്നെ വരുമാനം വേണം. അതുകൊണ്ട് കൊടും ചൂടാണെങ്കിലും തങ്ങൾക്ക് ജോലി ചെയ്തേ മതിയാവുകയുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള തൊഴിലാളികൾ അവർക്ക് അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി ആ ചൂടിനെയൊന്നും വകവയ്ക്കാതെ അവർ അവരുടെ തൊഴിൽ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.